സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മോഡി സർക്കാരിൻ്റെ പ്രതികാര നടപടിക്കിരയായ അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇന്ത്യയിലെ ഓഫീസ് അടച്ചുപൂട്ടി. പകരം അവരുടെ ഇന്ത്യയിലെ ജീവനക്കാർ രൂപീകരിച്ച കളക്റ്റീവ് ന്യൂസ് റൂം എന്ന കമ്പനിക്ക് നടത്തിപ്പ് അവകാശം കൈമാറിയിരിക്കുന്നു. ഇതാദ്യമായാണ് ബ്രിട്ടീഷ് ദേശീയ ഏജൻസിയായ BBC അവരുടെ വാർത്താ നടത്തിപ്പിന്റെ അവകാശം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത്. മാധ്യമ മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 26% വെട്ടിക്കുറച്ചതോടെയാണ് BBC ഇത്തരം ഒരു നടപടിക്ക് നിർബന്ധിതരായത്. BBCയെ രാജ്യത്ത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിക്ഷേപ പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം? അത് മറ്റൊന്നുമല്ല, ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് തുറന്നുകാട്ടിയ ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു എന്ന ഒറ്റ കാരണം. ഇതോടെ കേന്ദ്ര ഏജൻസികൾ കയറി നിരങ്ങാൻ തുടങ്ങി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ BBCയുടെ ഡൽഹി മുംബൈ ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. മറ്റു ഏജൻസികളും BBCക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. ഒടുവിൽ നിക്ഷേപ പരിധി വെട്ടിക്കുറച്ചും BBCയുടെ പ്രവർത്തനം ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ വാർത്ത ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജ് വാർത്തയാക്കി. പക്ഷേ മലയാള മനോരമയ്ക്ക് ആ വാർത്തയും ഉൾപേജിൽ താഴെ ഒരു മൂലയിൽ മാത്രം. ആ വാർത്തയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തി 1 വർഷം തികയും മുമ്പാണിത് എന്ന് മനോരമ പറഞ്ഞ് BBCയും എന്തോ നികുതി വെട്ടിപ്പ് നടത്തിയോ എന്ന് വായനക്കാരെ സംശയത്തിന്റെ വെയിലത്ത് നിർത്തുന്നു. മോഡിയെ പ്രതിക്കൂട്ടിലാക്കിയ BBC ഡോക്യുമെന്ററിയെ കുറിച്ചോ അതിന്റെ പ്രതികാരമായാണ് റെയ്ഡ് എന്നതിനെക്കുറിച്ചോ BBCയെ പൊകിച്ചു ചാടിക്കാൻ നിക്ഷേപ പരിധി വെട്ടിക്കുറച്ചതിനെ കുറിച്ചോ ആ പത്രം മിണ്ടുന്നില്ല. മനോരമ മുതലാളിമാരുടെ ദാസ്യവേലയുടെ മറു പതിപ്പാണിതെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ വേറെയും ഏറെയുണ്ട്. BBC തുറന്നാലെന്താ, പൂട്ടിയാലെന്താ, നമുക്ക് നമ്മുടെ വഴി എന്നാണ് മനോരമയുടെ ശൈലി. അത് മുരത്ത CPIM വിരുദ്ധതയുടെ വഴി തന്നെ. ഇന്നത്തെ പത്രത്തിന്റെ ഒന്നാം പേജിലെ വാർത്തകളിൽ മുക്കാലും ചിത്രവും CPIM വിരുദ്ധത മൂത്ത് ഭ്രാന്തായതിന്റെ ലക്ഷണവുമാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തെ മുൻനിർത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് CPIMനെ വേട്ടയാടുകയാണ്. തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടാപ്പണി എടുക്കുന്നു. ഇതാണ് CPIMനെതിരായ ലീഡ് വാർത്തയാക്കി ആ പത്രം മാറ്റിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഒരു ചിത്രവും ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ആ പത്രം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന മൈക്കിന്റെ സ്റ്റാൻഡ് പ്രസംഗപീഠത്തിൽ കെട്ടിയിരിക്കുന്നുവെന്ന് ഒരു വട്ടം വരച്ച് വാർത്തയാക്കിയിരിക്കുകയാണ് കണ്ടെത്തൽ പത്രം. ഒട്ടും വാർത്താ പ്രാധാന്യമില്ലാത്ത, തീർത്തും തള്ളിക്കളയേണ്ടുന്ന ഒരു ചിത്രം. പക്ഷേ മനോരമയുടെ ഉന്നം എന്താണ്? CPIM ആണ്, മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം മൈക്ക് തകരാറായതിന്റെ ചുവട് പിടിച്ച് വിവാദം സൃഷ്ടിക്കാനുള്ള ആ പത്രമുതലാളിമാരുടെ കുടിലത. മരിച്ച വീട്ടിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്തിയും മനോരമാദികൾ CPIM വിരുദ്ധ പ്രചാരണത്തിന്റെ പതാകവാഹകരാകുന്നു. പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പ് മുളിയാത്തോട് നിർമ്മാണത്തിടെ നാടൻ ബോംബ് പൊട്ടി മരിച്ച ഷിറിലിന്റെ വീട്ടിൽ വരുന്നവരുടെ കണക്കെടുത്ത് ഇന്നലെ ചില ദൃശ്യമാധ്യമങ്ങൾ കഥകൾ സൃഷ്ടിച്ചിരുന്നു. ആ പാത പിന്തുടർന്നാണ് മനോരമാദികൾ പുതിയ കഥകൾ മെനയുന്നത്. സ്ഫോടനത്തിൽ മരിച്ച ഷിറിലിന്റെ വീട്ടിലേക്ക് CPI നേതാക്കൾ പോയെന്നും അത് CPIM ബന്ധത്തിന്റെ തെളിവാണെന്നുമാണ് മാധ്യമങ്ങളുടെ വ്യാഖ്യാനം. മരിച്ച വീടുകളിൽ നേതാക്കളും ജനപ്രതിനിധികളും മറ്റും പോകുന്നത് നാട്ടുനടപ്പാണ്. ആത്മഹത്യയായാലും കൊലപാതകമായാലും മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മരണങ്ങളായാലും അത്തരം വീടുകളിൽ പോകുന്നതും ബന്ധുക്കളെ സമാശ്വസിപ്പിക്കുന്നതും മനുഷ്യത്വപരമായ സമീപനമാണ്.
എതിർ രാഷ്ട്രീയ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ പോലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളും ഇത്തരം നിലപാടുകളാണ് എടുക്കാറുള്ളത്. മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ട RSSകാരുടെ വീട് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സന്ദർശിച്ചതുൾപ്പെടെ നൂറുകണക്കിന് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാനൂർ സ്ഫോടനത്തിൽ മരിച്ച വീട്ടിൽ സ്ഥലം MLA KP മോഹനൻ, നഗരസഭാ കൗൺസിലർ, കുന്നോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ സന്ദർശിച്ചതും ഇത്തരത്തിലുള്ളത് മാത്രമാണ്. കൂടാതെ വീടിനടുത്തുള്ളവരും കുടുംബവുമായി വ്യക്തിബന്ധവും കുടുംബബന്ധവും ഉള്ളവരും പോയിട്ടുണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ. ഇതിനെയാണ് CPM നേതാക്കളുടെ സന്ദർശനമായി ഈ പത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടും കഥ മെനഞ്ഞ് മാധ്യമങ്ങൾ UDFനും BJPക്കും വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാൾ CPM ലോക്കൽ കമ്മിറ്റി അംഗം ലീലയുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. മറ്റു 2 പേർ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലും പ്രതികളാണ്. ഈ സംഘവും മറ്റൊരു സംഘവും തമ്മിൽ ഇടയ്ക്കിടെ സംഘർഷം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പ്രാദേശികമായി 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ തുടർച്ചയായി നടത്തിയ സമൂഹ വിരുദ്ധ പ്രവർത്തനമാണ് നാം കണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങളെയും സംഘർഷങ്ങളെയും CPM നേരത്തെ പരസ്യമായി തള്ളി പറഞ്ഞതുമാണ്.